UDF-ന്റെ വലിയ മുന്നേറ്റമാണ് നടക്കുന്നത്. ഇന്നലെ വടകരയിലായിരുന്നു ഞാനുണ്ടായിരുന്നത്. വമ്പൻ വരവേൽപ്പാണ് അവിടെ ഷാഫി പറമ്പലിന് കിട്ടിയത്. പാലക്കാടും ആലത്തൂരുമൊക്കെ ചരിത്രം തിരുത്തി കുറിച്ചതാണ്. അത് തന്നെ തുടരും. ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും അത് തന്നെ തുടരും. കാരണം പാർലമെൻറ്റിലുണ്ടാവേണ്ടത് പ്രധാനമായും BJP-യെ ചെറുക്കുന്ന കക്ഷി എന്നുള്ള നിലക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ്. അതിൻ്റെ കൂടെ നിൽക്കുന്ന കക്ഷികളാണ്. അത് ജനങ്ങൾ ഉൾക്കൊണ്ട് കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിലെ പ്രശ്നം എന്ന് പറയുന്നത് BJP-യെ ചെറുക്കലാണ് എങ്കിൽ അതിന് വേണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്, അല്ലാതെ ഇടതുപക്ഷം അല്ല. അത് പല കാരണങ്ങളാൽ ജനങ്ങൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞു. BJP കേരള അസംബ്ലിയിൽ എത്തുന്നത് തടഞ്ഞ ആളാണ് ഷാഫി പറമ്പിൽ ഈ പാലക്കാട്ട്. അതുപോലെ തന്നെ ഇപ്പോൾ അവർ വലിയ പ്രതീക്ഷ വെച്ച തൃശ്ശൂരിൽ അത് തടയാൻ ഇറങ്ങി അവിടെ ചെന്നത് ശ്രീ മുരളീധരനാണ്. എങ്ങനെ നോക്കിയാലും UDF ആണ് കേരളത്തിൽ തടയുന്നത്, കേന്ദ്രത്തിൽ കോൺഗ്രസ് ആണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിക്കും. ഒരു കാര്യം കൂടി, പാലക്കാട് ഷാഫി പറമ്പിൽ വടകരയിലേക്ക് പോയി. കഴിഞ്ഞ തവണ 3800 വോട്ടുകൾക്കാണ് ഷാഫി BJP-യെ പരാജയപ്പെടുത്തി. രണ്ടാം സ്ഥാനത്തായിരുന്നു BJP. ഷാഫി പോകുന്നിടത്തോടുകൂടി ഏതെങ്കിലും സാഹചര്യത്തിൽ വടകരയിൽ ഷാഫി പറമ്പിൽ ജയിക്കുകയാണെങ്കിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ BJP-ക്ക് സഹായമാകുക? ഒന്നുമില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആവനായിൽ ഒരുപാട് അസ്ത്രങ്ങളുണ്ട്. ഷാഫി ഒരു ബെറ്റർ ഒരു നല്ല അസ്ത്രമായിരുന്നെങ്കിൽ അതിന് അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിലധികം ഉഗ്രൻ ആളുകളെ കൊണ്ടുവരാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കയ്യിലുണ്ട്. അവർ വരും, ഈ സീറ്റ് നിലനിർത്തും. അവസാനമായ ഒരു കാര്യം കൂടി, രാജസ്ഥാനില് KC വേണുഗോപാൽ MP സ്ഥാനം ഒരിക്കലുമില്ല. അതിന് ഒന്നിന്റെ സ്ഥാനത്ത് രണ്ടാളെ കൊണ്ടുവരും എന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ കൊണ്ടുവരിക എന്നുള്ളത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അവർ പറയും. രാജ്യസഭ അത് അകൽപ്പങ്ങൾ അങ്ങനെ കണക്കാക്കണ്ട. അസംബ്ലിയിലുള്ള കാര്യങ്ങളൊക്കെ രാജ്യസഭ എന്ന് പറയുമ്പോൾ ഒരാളെ സ്ഥാനത്ത് രണ്ടാളെ കൊണ്ടുവരുന്ന ആ രാജസ്ഥാനിൽ ഇപ്പം നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സാണ് ജയിച്ചത്. അത് മനസ്സിലാക്കണം.